അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാം ഇങ്ങനെ പറയാറുണ്ട്: എത്ര കഷ്ടപ്പെട്ടാലും ബർക്കത്ത് കാണുന്നില്ല, പണം വരുന്നു പക്ഷെ നിലനിൽക്കുന്നില്ല, മനസ്സിന് സമാധാനമില്ല, വീട്ടിൽ സന്തോഷമില്ല. അപ്പോൾ നമ്മൾ പല കാരണങ്ങളും അന്വേഷിക്കും. ഒരുപക്ഷെ അതിൻ്റെ കാരണം നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില ചെറിയ പാപങ്ങളായിരിക്കാം. പാപം ചെറുതാണെന്ന് കരുതി ആവർത്തിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും പതിയെ ബാധിക്കാൻ തുടങ്ങും. ഇന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പാപവും നിസ്സാരമായി കാണരുത് എന്നാണ്. ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ കാട്ടുതീക്ക് കാരണമാകുന്നത് പോലെ ചെറിയ പാപങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് ഹൃദയത്തെ കഠിനമാക്കുകയും അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും ചെയ്യും. ഒന്നാമതായി പറയാൻ പോകുന്നത് നാവുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കൽ, പരിഹസിക്കൽ, അപമാനിക്കൽ, പിന്നിൽ നിന്ന് കുറ്റം പറയൽ, ഗീബത്ത്, കള്ളം പറയൽ. ഇവ പലർക്കും ചെറിയ കാര്യങ്ങളായി തോന്നാം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവ ഗുരുതരമായ പാപങ്ങളാണ്. രണ്ടാമതായി നമസ്കാരം വൈകിപ്പിക്കൽ അല്ലെങ്കിൽ അശ്രദ്ധ കാണിക്കൽ. നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അത് അവഗണിക്കുന്നത് ഹൃദയത്തിലെ ബർക്കത്തെയും ബാധിക്കും. മൂന്നാമതായി ഹറാമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. കണ്ണുകളും ചെവികളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. അവയെ ഹറാമിലേക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ ദോഷം ഹൃദയത്തിലും ജീവിതത്തിലും പ്രതിഫലിക്കും. നാലാമതായി മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും വലിയ നഷ്ടത്തിന് കാരണമാകാം. മാതാപിതാക്കളുടെ ദുആ അനുഗ്രഹമാണ്. അവരുടെ വിഷമം ജീവിതത്തിലെ ബർക്കത്തിനെ ബാധിക്കാം. അഞ്ചാമതായി അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർക്കുക. ഒരു ദിവസം മുഴുവൻ ലോകകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന നാം അള്ളാഹുവിനെ ഓർക്കാൻ കുറച്ചു നിമിഷങ്ങൾ പോലും മാറ്റിവെക്കുന്നില്ലെങ്കിൽ ഹൃദയം പതിയെ വരണ്ടുപോകും. ആറാമതായി ചെറിയ കള്ളങ്ങൾ. ഇത് ചെറിയ കള്ളമല്ലേ എന്ന് പലരും പറയും, എന്നാൽ ഒരു വിശ്വാസിയുടെ അടയാളം സത്യസന്ധതയാണ്. ഏഴാമതായി തൗബ വൈകിപ്പിക്കൽ. നാളെ തൗബ ചെയ്യാം, ഇനി കുറച്ച് കഴിഞ്ഞ് നന്നാവാം എന്ന് പറയുന്നത് ശൈത്താൻ്റെ വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ്. മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ബർക്കത്ത് എന്നത് പണം മാത്രമല്ല. കുറച്ചു വരുമാനത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതും ബർക്കത്താണ്. കുടുംബത്തിൽ സ്നേഹമുണ്ടാകുന്നതും ബർക്കത്താണ്. നല്ല ആരോഗ്യം ബർക്കത്താണ്. നല്ല മക്കൾ ബർക്കത്താണ്. ഇബാദത്തിൽ താല്പര്യം ലഭിക്കുന്നതും ബർക്കത്താണ്. അതിനാൽ അള്ളാഹു നൽകിയ ബർക്കത്ത് നിലനിർത്തണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് കഴിയുന്നത്ര വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. നമ്മൾ തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി തൗബ ചെയ്യണം. അള്ളാഹു അത്യന്തം കരുണയുള്ളവനാണ്. അവനിലേക്ക് മടങ്ങിവരുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വലിയ പാപങ്ങൾ മാത്രം ഭയക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രധാന കാര്യം നമ്മെ പഠിപ്പിച്ചു. മനുഷ്യൻ നിസ്സാരമെന്ന് കരുതുന്ന ഒരു വാക്ക് പോലും അവനെ വലിയ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ചെറിയ തെറ്റുകളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഒരു ഗ്ലാസ്സിലേക്ക് ദിവസവും ഓരോ തുള്ളി വെള്ളം വീഴുന്നതായി ചിന്തിക്കൂ. ആദ്യ ദിവസം ഒന്നും തോന്നില്ല, രണ്ടാമത്തെ ദിവസം വലിയ മാറ്റമില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ ഗ്ലാസ് നിറയും. അതുപോലെ തന്നെയാണ് ചെറിയ പാപങ്ങളും. ഓരോ ദിവസവും ആവർത്തിക്കുമ്പോൾ അവ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്നു. ആദ്യത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ മനസ്സാക്ഷി നമ്മെ കുത്തും, ഇത് തെറ്റാണെന്ന്. ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കും. എന്നാൽ അതേ പാപം വീണ്ടും ചെയ്യുമ്പോൾ ആ ശബ്ദം പതിയെ മങ്ങിത്തുടങ്ങും. അവസാനം പാപം തന്നെ സാധാരണ കാര്യമായി തോന്നും. അതാണ് ഏറ്റവും വലിയ അപകടം. പ്രിയ സഹോദരങ്ങളെ, ഇന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നു. ഒരു ചെറിയ വീഡിയോ, ഒരു ചിത്രം, ഒരു കമൻറ്റ്, ഇവയിലൂടെ പോലും പാപം സംഭവിക്കാം.
അറിയാതെ മറ്റൊരാളെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ. ഒരു തെറ്റായ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്തു, അത് ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. ആ തെറ്റായ കാര്യം മറ്റുള്ളവർ വീണ്ടും പ്രചരിപ്പിച്ചു. നിങ്ങൾ മരിച്ച ശേഷം ആ പാപം തുടർന്നു കൊണ്ടിരിക്കുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഓരോ ഷെയറും ഓരോ കമൻറ്റും ഓരോ വാക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരവാദിത്തമാണെന്ന് ഓർക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ കണ്ണുകൾ. ഹറാമായ കാഴ്ചകളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയ ജിഹാദാണ്. ഒരു നിമിഷത്തെ നോട്ടം പോലും ചിലപ്പോൾ ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താം. അതുകൊണ്ട് കണ്ണുകളെ കാത്തു സൂക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം. അതുപോലെ നമ്മുടെ നാവ്. ചിലർക്ക് മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും കഴിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യട്ടെ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, പാപം സംഭവിക്കാത്ത മനുഷ്യരില്ല. പക്ഷേ തെറ്റ് ചെയ്ത ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് വിജയികൾ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തൗബ ചെയ്യുന്നവരെയും ശുദ്ധീകരിക്കുന്നവരെയും സ്നേഹിക്കുന്നവനാണെന്ന് പറയുന്നു. അതുകൊണ്ട് ശൈത്താൻ നിങ്ങളുടെ മനസ്സിൽ നിനക്കിനി മാപ്പില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. അള്ളാഹുവിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ പാപങ്ങളെക്കാളും വലുതാണ്. ഇന്നു തന്നെ ഒരു പുതിയ ജീവിതം ആരംഭിക്കൂ. ആത്മാർത്ഥമായി അസ്തഗ്ഫിറുല്ലാ എന്ന് പറയൂ. 2 റക്അത്ത് നമസ്കരിക്കൂ. അള്ളാഹുവിനോട് കരഞ്ഞു പറയൂ, യാ അല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് നീ പുറത്തു തരണമേ. എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണമേ. എന്നെ നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു തുടക്കമായേക്കാം. ഇന്നു തന്നെ ചെറിയ പാപങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കൂ. കാരണം ചെറിയ പാപങ്ങളെ നിസ്സാരമായി കാണുന്നവർക്ക് വലിയ നഷ്ടം സംഭവിക്കാം. എന്നാൽ ചെറിയ നല്ല അമലുകളെ സ്ഥിരമാക്കുന്നവർക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകും. പ്രിയ സഹോദരങ്ങളെ, ഇന്നു മുതൽ ചെറിയ പാപങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാം. ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങിവരാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നിറക്കട്ടെ. നമ്മുടെ ചെറിയതും വലിയതുമായ പാപങ്ങൾ പുറത്തു തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.